വെൽക്കം ടു ക്യാൻസർ ഹീലർ പോഡ്കാസ്റ്റ് ഓൺ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്. നിങ്ങൾക്കറിയാവോ, ഓരോ 4 മിനിറ്റിലും ഒരു ഇന്ത്യൻ സ്ത്രീയിൽ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. പിങ്ക് മന്ത് ഈസ് അബൌട്ട് സ്പ്രെഡിംഗ് അവയർനെസ് ആൻഡ് ഹോപ്പ്. വിത്ത് മീ ഡോക്ടർ ജോജോ വി ജോസഫ്, സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം. വെൽക്കം സർ. സാറേ, എന്താണ് ഈ പിങ്ക് മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താണ്? പിങ്ക് മന്ത് എന്ന് പറയുന്നത് ഒക്ടോബറിനെയാണ് നമ്മൾ പിങ്ക് മന്ത് എന്ന് വിളിക്കുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു മാസമാണ്. നമ്മൾ വർഷത്തിൽ ഓരോ മാസവും ഓരോ ക്യാൻസറിൻ്റെ അവയർനെസ്സിനായിട്ട് ഓരോ മന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഒക്ടോബർ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ പിങ്ക് മന്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പിങ്ക് കളറും ബ്രസ്റ്റ് ക്യാൻസറും തമ്മിൽ എന്താ ബന്ധം? എന്താ ഈ പിങ്ക് കളർ എന്ന് പറഞ്ഞാൽ ഒരു ഫെമിനിയൻ കളറായിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും അത് ആ ഫെമിനിറ്റി പ്ലസ് ഹോപ്പ് പ്ലസ് കമ്പാഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഈ പിങ്ക് കളർ കൊണ്ട് നമ്മൾ സാധാരണ വിവക്ഷിക്കുന്നത്. അപ്പോൾ അത് 1991 തോന്നുന്നു, സൂസൻ ജി കോമൻ എന്ന് പറഞ്ഞ ഒരു ആളാണ് ഈ ഒരു പിങ്ക് കളർ അല്ലെ പിങ്ക് റിബൺ വെച്ചിട്ട് ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിന് വേണ്ടി ഈ പിങ്ക് കളർ നമുക്ക് ഉപയോഗിക്കാമെന്ന് വന്നു. അതിനുശേഷം പിന്നെ അത് വേൾഡ് വൈഡ് ഏറ്റെടുത്തു. ഇപ്പോൾ പിങ്ക് കളർ അല്ലെങ്കിൽ പിങ്ക് റിബണാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു സിമ്പിളായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാൻ പല കാരണങ്ങൾ പറയാറുണ്ടല്ലോ. ശരിക്കും എന്തായിരിക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാനായിട്ടുള്ള കാരണങ്ങൾ? ബ്രസ്റ്റ് ക്യാൻസർ, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിന് നമ്മൾ ഒരു സിംഗിൾ കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല. മൾട്ടി ഫാക്ടോറിയൽ എന്ന് പറയും. അതായത് പല കാരണങ്ങൾ ഒരുമിച്ച് സംഭവിക്കുമ്പോഴാണ് ഈ ബ്രസ്റ്റ് ക്യാൻസറായിട്ട് മാറുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഒരു ഭാഗം നമ്മൾ എടുക്കുക, ജനറ്റിക്. അതായത് നമ്മൾ ഓരോരുത്തരുടെയും ജനറ്റിക് മെറ്റീരിയലിന് ഓരോ അസുഖത്തിനും ഒരു സസെപ്റ്റബിലിറ്റി റേറ്റ് ഉണ്ട്. അത് നമ്മളങ്ങ് മാറ്റി വയ്ക്കുക. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് കിട്ടുന്ന ജനറ്റിക് മെറ്റീരിയലിൻ്റെ അനുസരിച്ചിരിക്കും. പിന്നെ ഉള്ളതാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതും നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതുമായ കാരണങ്ങൾ. അതിൽ ഏറ്റവും പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഫീമെയിൽ ഹോർമോൺസിൻ്റെ എത്ര നാൾ നമ്മൾ എക്സ്പോസ്ഡ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളൊരു ഫീമെയിലിൻ്റെ ഇതെടുത്തു കഴിഞ്ഞാൽ എയർലി മെനാർക്കി, അതായത് പ്യൂബർട്ടി നേരത്തെ എത്തുക, മെൻസസ് നേരത്തെ തുടങ്ങുക, അതുപോലെ തന്നെ ലേറ്റ് മെനോപോസ്. അപ്പോൾ ടോട്ടൽ ഈ ഹോർമോണൽ എക്സ്പോസിങ് ടൈം വളരെ കൂടുതലാണ്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. പിന്നെ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ലാക്ക് ഓഫ് എക്സസൈസ്, ഒബിസിറ്റി. ഇത് മൂന്നും കൂടെ ഇൻ്റർലിങ്ക്ഡാണ്. അപ്പോൾ നമ്മളുടെ ആ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഓവർ വെയ്റ്റ് ആകും, നമുക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടും, വിവിധ തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്, അതുപോലെ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ വരും. ഇത് അങ്ങനെയുള്ള ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഹെൽത്തി അല്ലാത്ത ലൈഫ് സ്റ്റൈലാണ് സെക്കൻഡ് കാരണമെന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മളുടെ മറ്റ് രീതിയിലുള്ള ഹാബിറ്റ്സ്. ഇപ്പോൾ നമ്മളൊരു ബ്രസ്റ്റ് ഫീഡിങ് കുറയുകയാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നതായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ ചൈൽഡ് ബർത്ത് എന്ന് പറയുന്നത് 30 ഇയേഴ്സിന് മുമ്പാക്കുക. അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് കുട്ടികളുണ്ടാകുന്നതും ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെയുള്ള നമ്മുടെ എൻവയറമെൻ്റൽ പൊല്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സ്മോക്കിംഗ്, ആൽക്കഹോൾ, അതൊക്കെ നമുക്ക് വളരെ കുറവേ നമ്മുടെ കേരളത്തിൻ്റെ സീനറി നോക്കി പോകുള്ളൂ. ഇതൊക്കെയാണ് നമ്മളൊരു ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ഒരു കാരണങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ സാർ കാരണങ്ങൾ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുമോ? എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ? ബ്രസ്റ്റ് ക്യാൻസർ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ വേദനയില്ലാത്ത വളരുന്ന പുതിയതായിട്ട് പ്രത്യക്ഷപ്പെട്ട മുഴകൾ, ബ്രസ്റ്റിലുണ്ടാകുന്ന മുഴകളാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള സിംറ്റം. ഇതുകൂടാതെ ഈ മുഴയില്ലെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മളുടെ ബ്രസ്റ്റിൻ്റെ സൈസിൽ തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. മറ്റ് സിംറ്റംസ് ഒന്നും കാണത്തില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഈ ബ്രസ്റ്റ് തമ്മിൽ നോർമലി തന്നെ ഒരു സൈസ് ഡിഫറൻസ് ഉണ്ട്. അതായത് റീസെൻ്റ്ലി വരുന്ന സൈസ് വ്യത്യാസം. ഇതൊന്നും ഉണ്ടാകുന്നില്ല. മുഴയും നമ്മൾ കണ്ടില്ല. ചിലപ്പോൾ ഈ ബ്രസ്റ്റിൻ്റെ തൊലിയിൽ ഒരു കട്ടി ഉണ്ടാകുക, അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ തൊലി മുഴുവൻ നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ പോലെ ഇങ്ങനെ കട്ടിപിടിച്ച് വരിക, അതും ഒരു ബ്രസ്റ്റ് ക്യാൻസർ ലക്ഷണമാണ്. പിന്നെയുള്ളത് നിപ്പിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ നിപ്പിൾ ഡിസ്ചാർജ് വരിക. അപ്പം നമ്മൾ കോമൺലി ക്ലിയർ ഡിസ്ചാർജ് എല്ലാ ഡക്റ്റിൽ കൂടെയും വരുന്നുണ്ട്. അത് നമ്മളൊരു ക്യാൻസർ സിംറ്റം വരുന്നത്. ഇത് 1-2 ഡക്റ്റിൽ കൂടി ബ്ലഡ് സ്റ്റെയിൻഡ് അല്ലെങ്കിൽ ബ്ലഡ് പോലത്തെ ഡിസ്ചാർജ് വരുന്നതും ഒരു ബ്രസ്റ്റ് ക്യാൻസർ ലക്ഷണമാവാം. പിന്നെയുള്ളത് നമ്മുടെ ഈ നിപ്പിള് റീസെൻ്റ്ലി അകത്തേക്ക് വലിഞ്ഞു പോവുക, റിട്രാക്ഷൻ എന്ന് പറയും, ഉൾവലിഞ്ഞു പോവുക. അത് റീസെൻ്റ്ലി ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയോള എന്ന് പറഞ്ഞ ഭാഗത്ത് തൊലി പോവുക, അവിടെ അൾസർ ഉണ്ടാകുക. ഇതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഇനി ഇത് കൂടാതെ ചിലപ്പോൾ നമ്മുടെ ഈ ബ്രസ്റ്റിൽ യാതൊരു സിംറ്റം ഉണ്ടാകത്തില്ല. നമ്മുടെ ആ ബ്രസ്റ്റിൻ്റെ സൈഡിലുള്ള ആംബിറ്റിലുള്ള ഒരു മുഴയായിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലാവിക്കലിന് മുകളിൽ സൂപ്രാ ക്ലാവിക്കുലർ ഏരിയ എന്ന് പറയും, അവിടെയുള്ള ഒരു മുഴയായിട്ടോ ഈ ബ്രസ്റ്റ് ക്യാൻസർ പ്രത്യക്ഷപ്പെടാം. പിന്നെ റെയറായിട്ട് നമുക്ക് ഈ ബ്രസ്റ്റിൽ ഒരു സിംറ്റം ഉണ്ടാകത്തില്ല. മറ്റെവിടെയെങ്കിലും മെറ്റാസ്റ്റൈസിസ് വന്നിട്ട് ആ ഭാഗത്തുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് ബോൺ പെയിൻ അല്ലെങ്കിൽ ലിവറിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനത്തെയുള്ള ലക്ഷണങ്ങളുണ്ടാകും. ഇതാണ് ഒരു സാധാരണ ബ്രസ്റ്റ് ക്യാൻസർ സിംറ്റംസ് അല്ലെ ലക്ഷണങ്ങൾ നമുക്ക് പറയാവുന്നവ.
സാർ അതുപോലെ ഇപ്പോൾ ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ എങ്ങനെയാണ് ഇത് ഡയഗ്നോസിസ് ചെയ്യുന്നത് ബ്രസ്റ്റ് ക്യാൻസർ? അതായത് ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിക്കും നമ്മളൊരു സസ്പെക്റ്റഡ് ആയിട്ട്, നമുക്കിപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉള്ള ഒരാൾ നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ നമ്മൾ ആദ്യത്തേത് ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് ഡോക്ടർ ക്ലിനിക്കലി പരിശോധിക്കും. അപ്പോൾ ഡോക്ടർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ നമ്മുടെ വന്നതിന് മുമ്പിലിരിക്കുന്ന ആൾക്ക് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. അതിനുശേഷം നമ്മൾ വിവിധ രീതിയിലുള്ള പരിശോധനകൾ, അതിലേറ്റവും ബേസിക് ആയിട്ടുള്ളത് ഒരു മാമോഗ്രാം ചെയ്ത് നോക്കും. മാമോഗ്രാം ചെയ്യുമ്പോൾ നമുക്കൊരു ഏകദേശ ഐഡിയ നമുക്ക് കിട്ടും. മാമോഗ്രാമിൽ നമ്മൾ സസ്പീഷ്യസ് ആയിട്ട് തോന്നിയാൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്തെങ്കിലും സസ്പീഷൻ ആയിട്ട് തോന്നിയാൽ നമുക്ക് ആ സംശയമുള്ള ഭാഗത്തു നിന്നൊരു ടിഷ്യൂ നമ്മൾ ബയോപ്സിക്കായിട്ട് എടുക്കണം. അതായത് നമ്മളൊരു നീഡിൽ ഉപയോഗിച്ച് ആ ഭാഗത്ത് നിന്ന് ആ ടിഷ്യൂ പുറത്തേക്ക് എടുക്കും. നമ്മളത് പല രീതിയിലുള്ള ബയോപ്സികളുണ്ട്. ട്രൂ കട്ട് എന്ന് പറയും. നമ്മളിപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ട്രൂ കട്ടാണ്. അതായത് ഒരു പീസ് ഓഫ് ടിഷ്യൂ കിട്ടും. FNAC തുടങ്ങിയ പരിശോധനകളുണ്ട്. നമ്മളിപ്പോൾ മിക്കവാറും നമ്മൾ ട്രൂ കട്ട് തന്നെയാണ് ചെയ്യുക. അതൊരു അൾട്രാസൗണ്ടിൻ്റെ ഗൈഡൻസോടുകൂടി ചെയ്യുക. അപ്പോൾ അതിന് ആക്യുറസി ഉണ്ട്. ആ ഭാഗത്തുനിന്ന് മാത്രമാണ്, അതായത് ഡിസീസുള്ള ഭാഗത്തു നിന്നാണ് എടുത്തതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് പതോളജിസ്റ്റ് പരിശോധിച്ച് നമുക്കൊരു റിപ്പോർട്ട് തരും. അപ്പോഴാണ് ഈ ക്യാൻസർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുക. സാർ, അപ്പോൾ ഈ രീതിയിലുള്ള ബയോപ്സി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ ടൈപ്പ് ബയോപ്സി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, വിവിധ രീതിയിലുള്ള ബയോപ്സി ഉണ്ട്. ഇതാണ് ഏറ്റവും കോമണും ഏറ്റവും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ചെയ്യാവുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, FNAC എന്ന് പറയും, ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സൈറ്റോളജി. അതായത് ഒരു ഫൈനായിട്ടുള്ള നീഡിൽ ഉപയോഗിച്ച് ആ ഭാഗത്തുനിന്ന് കോശങ്ങൾ മാത്രം എടുത്ത്, ടിഷ്യൂ എടുക്കത്തില്ല, നമ്മൾ പരിശോധിക്കാറുണ്ട്. അതും അൾട്രാസൗണ്ടിൻ്റെ ഗൈഡിലൂടെ ചെയ്യാറുണ്ട്. പിന്നെ ഈ ട്രൂ കട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ ആ ഭാഗത്തെ ആ മുഴ തന്നെ എടുത്ത് നമ്മൾ എക്സിഷൻ ബയോപ്സി, അല്ലെങ്കിൽ ഒരു ലോക്കലി അഡ്വാൻസ്ഡ് ഡിസീസാണ്, എല്ലാം അൾസറേറ്റഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്ത് നമ്മളൊരു നൈഫ് ഉപയോഗിച്ച് ഒരു ഇൻസിഷൻ ഇട്ടിട്ട് ആ ഭാഗത്ത് നിന്ന് എടുക്കും. അതിന് ഇൻസിഷൻ ബയോപ്സി എന്ന് പറയും. അങ്ങനെയൊക്കെ നമ്മൾ ബയോപ്സി എടുക്കാറുണ്ട്. സാർ, ഇപ്പോൾ ബയോപ്സിനെ പറ്റി പറഞ്ഞപ്പോഴേ, ഈ ബയോപ്സി എടുത്തിട്ടുണ്ടെങ്കിൽ ക്യാൻസർ പകരും എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല, അതൊരിക്കലും ഇല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജനം പറഞ്ഞു വരുന്നതാണ്. അത് ചിലർ പറയാറുണ്ട് സർജറി പോലും ചെയ്തു, സർജറി ചെയ്താലും ക്യാൻസർ പടരുമെന്ന്. ഇതിനകത്തുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ബയോപ്സി എടുക്കുമ്പോഴത്തേക്കും ആ ഭാഗത്തൊരു ചെറിയ വേദനയൊക്കെ വരും, ചിലപ്പോൾ ഇച്ചിരി റെഡ്നെസ്സും അവിടെ ഒരു ചുവപ്പും ഒക്കെ വരും. അപ്പോൾ ഈ ജനത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ് അതുവരെ ഒരു സിംറ്റം ഇല്ലായിരുന്ന സ്ഥാനത്ത് അവിടെ ഇതെല്ലാം കൂടെ വന്നു, അപ്പോൾ ഇതെല്ലാം കൂടെ പെട്ടെന്ന് പടരുന്നതാണെന്ന്. അതൊരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. അത് ആ ബയോപ്സിയുടെ ടിഷ്യൂ റിയാക്ഷൻ മാത്രമാണ്. അതുപോലെ തന്നെ ഒരു ബയോപ്സി എസെൻഷ്യലാണ്. ബയോപ്സി ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ ഈ രോഗത്തിൻ്റെ ബയോളജിക്കൽ ബിഹേവിയർ അതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ. അതുകൊണ്ട് ബയോപ്സി എസെൻഷ്യലാണ്, സേഫുമാണ്. ഒരു രീതിയിലും ഈ ബയോപ്സി എടുത്തുകൊണ്ട് ഒരിടത്തേക്കും ഒരു ക്യാൻസറും പെട്ടെന്ന് പടരുകയോ അല്ലെങ്കിൽ പകരുകയോ ഒന്നും ചെയ്യില്ല. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമ്മൾ ഈ ഡയഗ്നോസിസ് കഴിഞ്ഞല്ലോ, അപ്പോൾ അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? അപ്പോൾ രോഗിയോട് എന്താണ് സാധാരണ പറയാറുള്ളത്? നമ്മൾ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ആ ടിഷ്യൂ പിന്നെ അനാലിസിസിന് പോകും. അതായത് ഈ ബ്രസ്റ്റ് പാനൽ നമ്മൾ വേണമെങ്കിൽ പറയാം. അതായത് ഇതിൻ്റെ ഹോർമോണൽ സ്റ്റാറ്റസ്, അതായത് ഈ ക്യാൻസറിന് ഈസ്ട്രജൻ പ്രൊജസ്റ്ററോൺ റിസപ്റ്റർ ഉണ്ടോ, അതുപോലെ തന്നെ അതിൽ നമ്മൾ HER2 എന്നൊക്കെ പറഞ്ഞ ചില സംഭവങ്ങളുണ്ട്. അതായത് ചില റിസപ്റ്ററിൻ്റെ ചില പ്രത്യേകതരം ബിഹേവിയർ ഉണ്ട്. അതുപോലെ തന്നെ ചികിത്സിക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രോലിഫറേഷൻ ഇൻഡെക്സ് എന്ന് പറയും, KI എന്ന് ഷോർട്ട് ഫോമിൽ പറയും. അതായത് എത്ര ഫാസ്റ്റായിട്ടാണ് ഈ ട്യൂമർ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പരിശോധനകൾ നമ്മൾ ഒരു വഴിക്ക് പോകും. പിന്നെ രണ്ടാമത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ രോഗത്തിൻ്റെ വ്യാപ്തി, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ സ്റ്റേജിങ് എന്ന് പറയുന്നത്. അതായത് ഈ രോഗം ബ്രസ്റ്റിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നറിയുക. അതനുസരിച്ചാണ് നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്നത്. അതും ഈ പറഞ്ഞ ബ്രസ്റ്റ് പാനലിനോട് വെച്ചിട്ടാണ് നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്നത്. അപ്പോൾ അടുത്തത് സ്റ്റേജിങ് ആണ്. സ്റ്റേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സ്കാനിങ് ആണ് ഇതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ എക്സ്റേസ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അതായത് ബ്രസ്റ്റ് അല്ലാത്ത അവയവങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന ശ്വാസകോശവും കരളുമാണ്. വെച്ചാൽ ഏറ്റവും കോമൺ ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള സ്കാനിങ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഈ സ്റ്റേജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ ബ്രസ്റ്റ് ക്യാൻസറിന് എന്തൊക്കെ തരം ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഉള്ളത്? ചികിത്സകൾ എന്തൊക്കെയാണ് ഉള്ളത്? പ്രധാനമായിട്ടും 4 രീതിയിലുള്ള ചികിത്സകളാണ് ബ്രസ്റ്റ് ക്യാൻസറിന് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ അത് രോഗിയുടെ സ്റ്റേജ്, രോഗിയുടെ ആരോഗ്യം, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഏത് ചികിത്സയാണ് വേണ്ടതെന്ന് നിശ്ചയിക്കാത്തത്. പ്രധാനമായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ നമുക്കറിയാം ഒരു സോളിഡ് ട്യൂമറാണ്. സോളിഡ് ട്യൂമറിൻ്റെ എല്ലാത്തിൻ്റെയും ചികിത്സയുടെ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് സർജറിയാണ്. അതായത് ആ ട്യൂമർ സർജറി വെച്ച് റിമൂവ് ചെയ്യുക. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ സർജറിയാണ്. അതായത് ഈ ട്യൂമർ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഇത് കൂടാതെ പിന്നെയുള്ള ചികിത്സകൾ എന്ന് പറഞ്ഞാൽ കീമോതെറാപ്പി, റേഡിയേഷൻ, ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഇങ്ങനെയുള്ള ചികിത്സകളെല്ലാം ഈ ബ്രസ്റ്റ് ക്യാൻസറിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് ഈ രോഗത്തിൻ്റെ അവസ്ഥയനുസരിച്ച് പല പല രീതിയിലുള്ള കോമ്പിനേഷൻസാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ബ്രസ്റ്റ് ക്യാൻസറിലും ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പം അത് എനിക്ക് തോന്നുന്ന ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം ഞാനൊക്കെ പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് എല്ലാവരുടെയും ബ്രസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുമായിരുന്നു. ഇപ്പം നേരെ തിരിച്ചാണ്.
വളരെ റെയറായിട്ട് 1-2 ആൾക്കാർക്ക് ബ്രസ്റ്റ് പൂർണ്ണമായിട്ടും ഈ ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയുടെ ഭാഗമായിട്ട് നീക്കം ചെയ്യേണ്ടതായിട്ട് വരാറുള്ളൂ. സാർ, അപ്പോൾ ഈ ബ്രസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? അതായത് നമ്മൾ ആ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യും. നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ മിക്കവാറും ഉള്ള നമ്മുടെ അറിയാലോ ഫീമെയിൽസിന് ഒരു അബ്ഡോമൻ ഫാറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഫാറ്റ് വെച്ചാണ് സാധാരണ നമ്മൾ ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് നമ്മൾ ഇംപ്ലാന്റുകൾ ഉപയോഗിച്ചും ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യും. ഒരു ഫ്ലാറ്റ് ചെസ്റ്റായിട്ട് ഒരാളെ വിടേണ്ട യാതൊരു ആവശ്യവും ഇന്ന് ഇന്നത്തെ മെഡിക്കൽ ഇത് വെച്ചിട്ട് ആവശ്യമില്ല. അതുപോലെ സർജറി ചെയ്ത് കഴിഞ്ഞവരുടെയൊക്കെ കയ്യിൽ നീര് വെക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതിനകത്ത് എത്രത്തോളം സത്യമുണ്ട്? അങ്ങനെ വരുമോ? സാധാരണ ബ്രസ്റ്റ് ക്യാൻസർ അത് ബേസിക്കലി ആംബിറ്റിലെ ലിംഫ് നോഡ് റിമൂവ് ചെയ്യുന്നവർക്കാണ് ഇതുണ്ടാവാറുള്ളത്. പല കാരണങ്ങളുണ്ട്. അപ്പോൾ സർജിക്കൽ റീസൺസ് ഉണ്ട്, അതുപോലെ അസുഖത്തിൻ്റെ അവസ്ഥയുണ്ട്. ചെറിയ ഒരു ശതമാനം ആൾക്കാർക്ക് ഇത് ലിംഫ് നോഡ് നീക്കം ചെയ്തതിന് ശേഷം കയ്യിൽ നീര് വയ്ക്കാനുണ്ട്. നമ്മൾ ലിംഫെഡീമ എന്ന് പറയും. നമ്മളതിന് ഇപ്പം നമ്മളതിന് വേണ്ടി തന്നെ സെപ്പറേറ്റ് ക്ലിനിക്കുകളൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലിംഫ് നോഡ് റിമൂവ് ചെയ്യാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഉണ്ട്. അതിനാണ് നമ്മളിപ്പം സെൻറ്റിനൽ ലിംഫ് നോഡ് ബയോപ്സി എന്ന് പറയും. അതായത് നമ്മൾ ബേസിക്കലി സർജിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ ട്യൂമർ നീക്കം ചെയ്യുക. ട്യൂമറിനോടൊപ്പം അതിൻ്റെ ഏറ്റവും ആദ്യം പോകുന്ന ആംബിറ്റിലെ അല്ലെങ്കിൽ ആക്സിലയിലെ കഴലകളിലേക്കാണ്. അപ്പോൾ ആ കഴലകൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ സർജറിയുടെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഏർലി സ്റ്റേജ് ആംബിറ്റിലെ ലിംഫ് നോഡ്സ് വലുതായിട്ടില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു മരുന്ന് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡൈ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ഇത് ആദ്യം ഏത് ലിംഫ് നോഡിലേക്കാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് ആ ലിംഫ് നോഡ് എടുത്ത് അപ്പം തന്നെ പതോളജി ലാബിലേക്ക് പരിശോധനയ്ക്ക് വയ്ക്കും. അതിന് അവിടെ ഫ്രോസൺ സെക്ഷൻ എന്ന് പറഞ്ഞൊരു സങ്കേതമുണ്ട്. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി അവിടെ ഈ കടലയിൽ ട്യൂമർ എത്തിയിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് തന്നെ ആ ഓപ്പറേഷൻ നിർത്താൻ പറ്റും. അപ്പോൾ ഈ ആംബിറ്റിലെ ഡിസെക്ഷൻ അല്ലെങ്കിൽ ആക്സിലെ ഡിസെക്ഷൻ വരുന്നില്ല. അപ്പോൾ കൈയുടെ ഈ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറില്ല. അതിനാണ് നമ്മൾ സെൻറ്റിനൽ ലിംഫ് നോഡ് ബയോപ്സി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കഴലകളും ക്യാൻസർ ആയിരിക്കുമോ? ഇല്ല, നിർബന്ധമില്ല. അപ്പോൾ നമ്മളിത് ഈ പോകുന്ന ആദ്യത്തെ കടല ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യുള്ളൂ. സാർ, അതുപോലെ ബ്രസ്റ്റ് മുഴുവനായി നീക്കം ചെയ്യാതെയുള്ള സർജറി ഓപ്ഷൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. അതാണിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം ബ്രസ്റ്റ് റിമൂവ് ചെയ്യാതെ, ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്യാതെയുള്ള ശസ്ത്രക്രിയയാണ്. അതിന് നമ്മൾ ബ്രസ്റ്റ് കൺസർവിങ് ക്യാൻസർ സർജറി എന്ന് പറയും. അതായത് ബ്രസ്റ്റ് അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ആ ക്യാൻസർ വന്ന ബ്രസ്റ്റിലെ ആ മുഴ അതിനോടൊപ്പം ഒരല്പം ടിഷ്യൂയും കൂടെ നീക്കം ചെയ്യും. അതേസമയം നമ്മുടെ വേറൊരു മുറിവിട്ടിട്ട് ആംബിറ്റിലെ ലിംഫ് നോഡ്സ് പൂർണ്ണമായും നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബ്രസ്റ്റിൻ്റെ അവിടെ ഒരു ഡൈ കുത്തിവെച്ചതിന് ശേഷം ഒരു ലിംഫ് നോഡ് എടുത്ത് പരിശോധിക്കും. സെൻട്രൽ ലിംഫ് നോഡ് ബയോപ്സി എന്ന് പറയും. അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ആംബിറ്റിലെ ലിംഫ് നോഡ്സ് പൂർണ്ണമായും നീക്കം ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രസ്റ്റ് കളയാതെ അതുപോലെ തന്നെ ആംബിറ്റിൽ പൂർണ്ണമായി ഡിസെക്ഷൻ ഒഴിവാക്കി നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ സർജറി ചെയ്യാം. അതായത് ഇതിന് ഈക്വൽ റിസൾട്ടാണ്. അതായത് ബ്രസ്റ്റ് പൂർണ്ണമായി നീക്കം ചെയ്യുന്ന ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയുമായി അതിൻ്റെ ഔട്ട്കമ്മിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്. അത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. അതെ. പക്ഷേ ആൾക്കാർക്ക് എപ്പോഴും ഒരു സംശയമാണ്. എപ്പോഴും എൻ്റെ അടുത്ത് വരുന്നവർ പലരും ആവശ്യപ്പെടുന്നത് ബ്രസ്റ്റ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യും എന്നാലേ അസുഖം പോകുന്നുള്ളൊരു ചിന്താഗതിയായിട്ടാണ്. സംശയമുള്ളിലുണ്ട്. ശരിക്കും ഡോക്ടർ, അതുപോലെ ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയായിരുന്നേ. നമ്മൾ ഈ മാമോഗ്രാം എടുക്കുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടിൽ ബൈറാഡ്സ് എന്ന് കൊടുത്തിട്ട് ഒരു 1 2 3 4 എന്നൊക്കെ ഒരു കൊടുത്തിട്ടുണ്ടല്ലോ. പലപ്പോഴും അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അതെന്താണ് അങ്ങനെ കൊടുത്തേക്കുന്നത്? അത് നമുക്കറിയാലോ, മാമോഗ്രാം റിപ്പോർട്ട് ചെയ്യുന്നത് റേഡിയോളജിസ്റ്റാണ്. അപ്പോൾ അവരുടെ അമേരിക്കൻ കോളേജ് ഓഫ് റേഡിയോളജിയുടെ ഒരു റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് മാത്രമാണത്. അപ്പോൾ നമ്മളിത് ബൈറാഡ്സ് എന്ന് പറയുമ്പോൾ BIRADS എന്നാണ്. BI എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഇമേജിങ്, RADS എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഡേറ്റാ സിസ്റ്റം. ഇതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ എക്സ്പാൻഡഡ് ഫോം. അപ്പോൾ അതിൽ ഇതൊരു ക്യാൻസറിൻ്റെ സ്റ്റേജൊന്നുമല്ല. നമ്മൾ ബൈറാഡ്സ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ബൈറാഡ്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിശോധന ഇൻകംപ്ലീറ്റ് ആണ്, റിപ്പീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ബൈറാഡ്സ് 1 എന്ന് പറയുമ്പോഴത്തേക്കും അത് നോ അബ്നോർമാലിറ്റി ഡിറ്റക്റ്റഡ്, നോർമൽ ബ്രസ്റ്റ് എന്നാണ്. ബൈറാഡ്സ് 2 എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ബിനൈൻ, ക്യാൻസർ അല്ലാത്ത എന്തോ ഒരു സംഭവമാണെന്ന് ഉറപ്പിക്കാം. ബൈറാഡ്സ് 3 എന്ന് പറയുമ്പോഴത്തേക്കും പ്രോബബിളി ബിനൈൻ, പക്ഷേ ഒരു ഫോളോ അപ്പ് കുറച്ച് നാൾ കഴിഞ്ഞ് ഒന്നുകൂടെ അത് ചെയ്ത് നോക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ബൈറാഡ്സ് 3യിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. ബൈറാഡ്സ് 4 എന്ന് പറയുമ്പോൾ അത് ABC എന്ന് പറഞ്ഞിരുന്നുണ്ട്. അപ്പം അത് പ്രോബബിളി മാലിഗ്നൻ്റ് എന്നാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ബൈറാഡ്സ് 4A പറയുമ്പോഴത്തേക്കും ഒരു 2 to 10% ചാൻസ് ഉണ്ട് ക്യാൻസർ ആവാനായിട്ട്. ബൈറാഡ്സ് 4B എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 10 to 30% ചാൻസ് ഉണ്ട്. 4C എന്ന് പറയുമ്പോഴത്തേക്കും നിയർലി 50% ട്യൂമർ ആവാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കാം. ഇനി ബൈറാഡ്സ് 5 എന്ന് പറയുമ്പോഴത്തേക്കും ഹൈലി സസ്പീഷ്യസ് അല്ലെങ്കിൽ മാലിഗ്നൻ്റ് എന്ന് പറയാം.
ബൈറാഡ് 6 എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ബയോപ്സി എടുത്തതിന് പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ട്യൂമറാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയൊരു സംഭവമാണ് ഈ ബൈറാഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ക്യാൻസറിൻ്റെ സ്റ്റേജ് ഒന്നുമല്ല. അപ്പോൾ ഒരു റിപ്പോർട്ടിംഗ് ഫോർമാറ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ പലരും പറയാറുണ്ട്, അത് ശരിയാണോ എന്നറിയില്ല, മാമോഗ്രാം എടുക്കുന്നത് തന്നെ ക്യാൻസറിന് കാരണമാകും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇല്ല, മാമോഗ്രാം എടുക്കുന്നത് നമുക്ക് സേഫ്റ്റി കൂടുതലാണ്. ഇപ്പോൾ നമ്മളെന്താ ഇവരുടെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്റേ എക്സ്പോഷർ ക്യാൻസറിന് കാരണമാകും നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത് വളരെ മിനിമൽ എമൗണ്ടിലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മളൊരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റേഡിയേഷൻ അത് ഒരു മാസം കിട്ടുന്ന ഒരു റേഡിയേഷൻ്റെ അത്രയേ ഉള്ളൂ ഈ ഒരു മാമോഗ്രാം എടുക്കുമ്പോൾ വരുന്നതുകൊണ്ടുള്ള ഈ എക്സ്പോഷർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു രീതിയിലും നെഗ്ലിജിബിളാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു രീതിയിലും ഭയപ്പെടേണ്ട കാര്യമില്ല, ഇതൊരു രീതിയിലും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒരു മാസം പുറത്തോട്ട് നടന്നാൽ അത്രയും റേഡിയേഷൻ കിട്ടും. ഈ മാമോഗ്രാം എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? മാമോഗ്രാം പല രീതിയിലുള്ള മാമോഗ്രാമുണ്ട്. നമ്മളിപ്പോൾ സാധാരണ നമ്മളെപ്പോഴും കേൾക്കുന്ന എക്സ്റേ മാമോഗ്രാമാണ്, എക്സ്റേ ഉപയോഗിച്ചുള്ള മാമോഗ്രാമാണ്. അതൊരു മാമോഗ്രാം മെഷീനുണ്ട്. അതായത് നമ്മൾ മെഷീനിൽ നമ്മൾ ബ്രസ്റ്റ് ഒരു 2 പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടൊരു മൈൽഡ് കംപ്രഷൻ കൊടുക്കും. എന്നിട്ട് അതിലൂടെ എക്സ്റേ കടത്തി വിടും. അത് ഒരു പ്ലേറ്റിൽ റെക്കോർഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ സാധാരണ എപ്പോഴും എല്ലാവരും ഉദ്ദേശിക്കുന്ന ഈ മാമോഗ്രാം എന്ന് പറയുന്നത്. നമ്മളത് എക്സ്റേ മാമോഗ്രാമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ വളരെ നേരത്തെ നമുക്ക് ക്യാൻസർ കണ്ടുപിടിക്കുക. അതുപോലെ അസുഖമുള്ള ആളത് ഡയഗ്നോസ് ചെയ്യാനും നമുക്ക് പറ്റും. ഇതിൻ്റെ പല രീതിയിലുള്ള എക്സ്റേ മാമോഗ്രാമിൻ്റെ വേരിയേഷൻസ് ഉണ്ട്. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സ്റേ മാമോഗ്രാം. ഇനി അത് കൂടാതെ ഉള്ളത് സോണോ മാമോഗ്രാം എന്ന് പറയും. അതായത് അൾട്രാസൗണ്ട് ഉപയോഗിച്ച് ബ്രസ്റ്റ് പരിശോധിക്കുക. ഈ മാമോഗ്രാം യൂഷ്വലി കോംപ്ലിമെൻ്ററി ആണ്, ഈ എക്സ്റേയും സോണോ മാമോഗ്രാം. ഇത് രണ്ടുകൂടെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു എക്സാക്ട് ഡയഗ്നോസ് നമുക്ക് പലപ്പോഴും കിട്ടുക. പിന്നെ മൂന്നാമതൊരു മാമോഗ്രാം നമ്മൾ പറയുന്നത് MRI ഉപയോഗിച്ച് ബ്രസ്റ്റ് ഇമേജിങ് നടത്തും. ആ ബ്രസ്റ്റ് ഇമേജിങ്ങിനെ നമ്മൾ MR മാമോഗ്രാം എന്നും വിവക്ഷിക്കാറുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഈ എക്സ്റേ മാമോഗ്രാമിലൊക്കെ സസ്പീഷ്യൻ അല്ലെങ്കിൽ ഒരു രീതിയിലും നമുക്ക് ഡയഗ്നോസ് ആവുന്നില്ലാത്ത അവസ്ഥയിൽ നമ്മൾ MR മാമോഗ്രാം ചെയ്യും. അതുപോലെ തന്നെ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ചെയ്യുമ്പോൾ മൾട്ടിഫോക്കാലിറ്റി ഉണ്ടെന്ന്, ചിലപ്പോൾ ബ്രസ്റ്റ് ട്യൂമേഴ്സ് മൾട്ടിഫോക്കലായിട്ട് വരും. ഈ ചെറിയ മാമോഗ്രാമിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള മൾട്ടിഫോക്കാലിറ്റി അല്ലെങ്കിൽ മൾട്ടി സെൻട്രിസിറ്റി ഒക്കെ കണ്ടുപിടിക്കാനും നമ്മൾ ഈ MR മാമോഗ്രാം ഉപയോഗിക്കും. ഇത്രയും വിവിധ രീതിയിൽ 3 ടൈപ്പ് മാമോഗ്രാംസാണ് നമ്മൾ അവൈലബിൾ.